നമസ്കാരം. ഒരു ഒരു മലയാളം വാരികയാണോ മാഗസിനാണോ എന്ന് എനിക്കറിയില്ല. അതേതോ വലിയ പത്രസ്ഥാപനത്തിൻ്റെ ഒരു ഉപവിഭാഗമാണ്. അവർ ചോദിച്ചൊരു ചോദ്യവും അതിന് കിട്ടിയ ഉത്തരവും മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. സംഭവം ഇന്നലെ നടന്ന ഓണാഘോഷ കൊടുങ്കാറ്റ്, അതാണ് വിഷയം. മലബാറിൽ നടന്ന ഓണാഘോഷത്തിൽ പങ്കെടുക്കരുത് എന്നുള്ള ചില മതനേതാക്കളുടെ അഭിപ്രായത്തെ മാനിക്കേണ്ടതുണ്ടോ? ഇതാണ് ചോദ്യം. പ്രേക്ഷകരുടെ പ്രതികരണം കമൻ്റായിട്ട് രേഖപ്പെടുത്തൂ. അവരും നേരിട്ട് അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടില്ല കേട്ടോ. ഇവിടെ ഇപ്പോൾ പലപ്പോഴും നമ്മളുടെ ചാനലുകൾ വരുന്നൊരു കാര്യമുണ്ട്. മലപ്പുറം കുണ്ടൂർക്കുന്നിൽ കേശവനെ പട്ടി കടിച്ചു, ആശുപത്രിയിൽ ഹാജരാക്കി. ഇതൊക്കെയാണ് വാർത്തകൾ. ബസ്സിൻ്റെ ടയർ പഞ്ചറായി ഇടുക്കിയിൽ നിന്ന് മൂന്നാറിൽ നിന്ന് തിരുവനന്തപുരത്ത് പോകുന്ന ബസ്സിൻ്റെ ടയർ പൊട്ടിത്തെറിച്ചു. ഇതൊക്കെ വലിയ വാർത്തകളാണിപ്പോൾ. പക്ഷെ ഇന്നലെ കേരളത്തിലുണ്ടായ കൊടുങ്കാറ്റ്, സാംസ്കാരിക കൊടുങ്കാറ്റ്, ഇസ്ലാം മതവിഭാഗത്തിൽ നടന്ന മാറ്റത്തിൻ്റെ കൊടുങ്കാറ്റ്, ഒന്നും അറിഞ്ഞില്ല. മലബാറിൽ നടന്നറിഞ്ഞില്ലേ? എന്താ നടന്നത് ഇവിടെ? കൊടുങ്കാറ്റ് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. പേടിയാണവർക്ക്. ഏതായാലും ഈ വാരികയും സ്വന്തമായിട്ട് അവരായിട്ട് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ അവരും ഭയപ്പെടുകയാണ്. പരസ്യമായിട്ട് പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരു പെൺകുട്ടി മീനാക്ഷി, അപ്പുറത്ത് ഒരു പയ്യൻ, അവൻ്റെ പേര് സുരേന്ദ്രൻ എന്ന് വെച്ചോളൂ. സുരേന്ദ്രനും മീനാക്ഷിയും തമ്മിൽ ഭയങ്കര പ്രേമമാണ്. രണ്ടും വലിയ വീട്ടിലെ കുട്ടികളാണ്, രണ്ട് വ്യത്യസ്ത ജാതികളാണ്. പരസ്യമായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? അവിടെ വല്ല കുളമോ അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് വല്ല മറ്റേ അമ്പലത്തിൻ്റെ മതിലോ അവിടെ എന്തു ചെയ്യും? മീനാക്ഷി പ്ലസ് ഈ പയ്യൻ്റെ പേര് മീനാക്ഷി പ്ലസ് സുരേന്ദ്രൻ എന്ന് പറഞ്ഞിട്ടൊരു ഹൃദയത്തിൻ്റെ ചിഹ്നവും അതിൽക്കൂടെ ഒരു അമ്പ് കയറിപ്പോടെ ഒരു ഫോട്ടോ വയ്ക്കുക. അതവർ പ്രേമത്തിലാണെന്ന്. അവൻ പോയിട്ട് രാത്രി അത് എഴുതി വയ്ക്കുക. അപ്പോൾ ജനങ്ങൾ മുഴുവൻ പറയും, ഇങ്ങനെ അവിടെ ഒരു ഇത് കണ്ടല്ലോ, ഇങ്ങനെ എന്തായാലും പറയും, ബാലകൃഷ്ണനെയും ആ പെൺകുട്ടിയും മീനാക്ഷിയും ചേർത്ത് ഇങ്ങനെ കണ്ടല്ലോ, അതിന് വല്ല സത്യമുണ്ടോ? എനിക്കറിയില്ല കേട്ടോ. ഇതിങ്ങനെ പ്രചരിപ്പിക്കുന്ന പരിപാടി. അതാണിപ്പോൾ ഈ പത്രക്കാരൻ ചെയ്തത്. ഇവിടെ നടന്ന ഈ ഓണാഘോഷ പരിപാടിയെ സംബന്ധിച്ച് ഓണാഘോഷത്തിൽ പങ്കെടുക്കരുതെന്ന് ചില മതനേതാക്കളുടെ അഭിപ്രായത്തെ മാനിക്കണ്ടേ? നിങ്ങളായിട്ട് പറഞ്ഞേക്കുക. ആ ആറ്റിറ്റ്യൂഡ് തന്നെ ഞാനും വെക്കുന്നത്. ആര് പറഞ്ഞാലും ഞാൻ നിങ്ങളോട് പറയുകയാണ്. മതനേതാക്കന്മാരുടെ ചെലവിൽ കഴിയുന്നവർ അവരുടെ അഭിപ്രായത്തെ മാനിക്കും. മതനേതാക്കളെ ഭയപ്പെടുന്നവർ അവരുടെ അഭിപ്രായത്തെ മാനിക്കും. ഈ മതനേതാക്കൾ ഈ നട്ടൽ വളച്ച് സലാം ചൊല്ലുന്ന ഇടമുണ്ട് പൈസക്കാരുടെ അടുത്ത് പോയിട്ട്. ഇവിടെ ഇവർ പറയും ഞാൻ സുന്നിയാണ്, ഷിയയാണ്, മുജാഹിദാണ്, ജമായത്ത് ഇസ്ലാമിയാണ്, സലഫിയാണ്, എന്തൊക്കെയുണ്ട് അത് പറയും. പക്ഷേ കോടീശ്വരന്മാരുടെ അടുത്ത് പോയിട്ട് നമ്മൾ സലഫികളാണ് കേട്ടോ, നമ്മൾ സുന്നി മിണ്ടില്ല. കാരണം എന്താണ്? അയാൾ ഇവർക്ക് പള്ളി പണിയാൻ 2 കോടി കൊടുക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ 10 ലക്ഷം കൊടുക്കില്ല. പിന്നെ അവിടെ കളി നടക്കില്ല. അവിടെ പോയി പഞ്ചമുച്ച അടക്കി നിൽക്കും. പക്ഷേ ഇവരുടെ പള്ളികൾക്കകത്തും ആ പള്ളി കമ്മിറ്റിക്ക് വിധേയപ്പെട്ടും ജീവിക്കേണ്ടുന്ന ഗതികേട് വരുന്ന സാധാരണ പാവപ്പെട്ടവരുടെ മേലെയാണ് ഇവർ കുതിര കയറുക. ആയതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ ഇവരുടെ അഭിപ്രായങ്ങൾ മാനിക്കും. സ്വതന്ത്രമായിട്ട് ജീവിക്കുന്നവർ ഇവർക്ക് നൽകുന്ന വിലയാണ് പേപ്പട്ടികളുടെ വില. അതുകൊണ്ടാണ് അവസാനം ഇവർക്ക് പേപ്പട്ടി മതം തന്നെ പേര് വന്നത്. വില കുറഞ്ഞ ചില മതനേതാക്കന്മാർ
2000 വർഷങ്ങൾക്ക് 1200 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ജാഹിലിയ കാലഘട്ടം എന്നൊരു കാലഘട്ടമുണ്ട്. അതിൽ പെൺകുട്ടികളെ കുഴിച്ചു മൂടുമത്രേ. ഞാനത് അങ്ങനെ വിശ്വസിക്കുന്നില്ല. വേണമെങ്കിൽ നമുക്കതിൽ കുറച്ചുകൂടി അതിൻ്റെ സാഹിത്യ അർത്ഥം എടുക്കാം. പെൺകുട്ടികളെ തമസ്കരിക്കുന്നു, പെൺകുട്ടികൾക്ക് സമൂഹത്തിൽ വിലയില്ലാത്തൊരവസ്ഥ വരുത്തി വയ്ക്കുന്നു. ചിലവരെ കൊണ്ട് കുഴിച്ചു മൂടാറുണ്ട്. ഉമർ പോലും അത് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. ഖലീഫ ഉമർ, പിന്നീട് ഉമർ ബിൻ ഖത്താബ്. ആ കാലഘട്ടമാണ് ജാഹിലിയ കാലഘട്ടം, ഇരുണ്ട കാലഘട്ടം മക്കയുടെ ആ ഭാഗത്ത്. ആ കാലഘട്ടം വീണ്ടും തിരിച്ചു വരണം, അതിനെ തിരിച്ചു കൊണ്ടുവരണം എന്നാഗ്രഹിക്കുന്ന കുറേ പേപ്പട്ടികൾ, മതനേതാക്കന്മാരെന്ന് പറയാൻ പറ്റില്ല. അവരെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിളവിറക്കാൻ പറ്റിയ, അതിനുവേണ്ടി പാകപ്പെടുത്തിയ നിലമാണ്. വല്ലാതെ ഈർപ്പമുള്ള ഭൂമികളിൽ കൃഷി ഇറക്കാൻ പറ്റില്ലല്ലോ. മണ്ണ് ഗുണമില്ലാതായി മാറും. കുറേ കാലം കൃഷി ഇറക്കി കഴിഞ്ഞാൽ മണ്ണ് ഗുണമില്ലാതായി മാറും. അപ്പോഴും കൃഷി ഇറക്കാൻ പറ്റില്ല. അതേ സമയത്ത് ഒരു 6 വയസ്സ് മുതൽ 10, 26, 36 വയസ്സ് വരെയുള്ള പെൺകുട്ടികളാണെങ്കിൽ നല്ല കൃഷിഭൂമിയാണ്. പരസ്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഈ പേപ്പട്ടികൾ. അതിൻ്റെ നേതാക്കന്മാരാണ് ചില വില കുറഞ്ഞ സാധനങ്ങൾ. കുറേ കാലം അവർ ഈ പെൺകുട്ടികളെ പീഡിപ്പിച്ചും പേടിപ്പിച്ചും ഭയപ്പെടുത്തിയും കാണാം അവർ കൊണ്ടുവന്ന സാധനമാണ് നരകത്തിലെ വിറകുകൊള്ളികൾ. അതും പറഞ്ഞ് കുട്ടികളെ പേടിപ്പിക്കാൻ തുടങ്ങി. പക്ഷെ കുട്ടികളെങ്ങനെയായിരുന്നു? അവർ സ്വയം ചാക്ക് മൂടും, എന്നിട്ട് വീടിനകത്ത് അത് വേറൊരു മൂടൽ. വീടിനകത്ത് പോലും ചാക്ക് മൂടിയിരിക്കണം. ഇത് ഹിന്ദുക്കളുടെ ഇടയിലുണ്ടായിരുന്നു. പുറലോകം കാണാതെ ജീവിക്കണം. വിധവകൾക്ക് വിവാഹം കഴിക്കാൻ പാടില്ല. വിധവകൾ വില കുറഞ്ഞ സതി അനുഷ്ഠിക്കണം. തല മൊട്ടയടിക്കണം. തലയിൽ കൂടെ മുണ്ടിടണം. വീടിൻ്റെ മുമ്പിലേക്ക് വരാൻ പാടില്ല. തീണ്ടാരി ആയി കഴിഞ്ഞാൽ 8 ദിവസം പട്ടിയെപ്പോലെ വീടിൻ്റെ പുറത്ത് ചെറ്റപ്പുരയിൽ കിടക്കണം. അവർക്ക് മാത്രം കൊടുത്തുള്ള പാള, ആ പാളയ്ക്കകത്ത് ഈ പട്ടികൾക്ക് കൊടുക്കുന്ന പോലെ ആഹാരം വലിച്ചെറിഞ്ഞ് കൊടുക്കുകയാണ് ചെയ്യുക. ഇന്നൊക്കെയാണെങ്കിൽ അവർ വാളെടുത്ത് വെട്ടും അവർ ഹിന്ദു പെൺകുട്ടികൾ. ആ ഹിന്ദു മതത്തിൻ്റെ വൈകൃതത്തിൻ്റെ പുറകിലാണ് ഇപ്പോൾ ഇവന്മാർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ 10, 60, 80 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ എങ്ങനെയായിരുന്നോ അതാണ് ഇപ്പോൾ ഈ പേപ്പട്ടി മതത്തിൽ സംഭവിക്കുന്നത്. ഇന്ന് അവർക്ക് ആ മതവിശ്വാസികളായിട്ടുള്ള കുട്ടികൾ, യഥാർത്ഥത്തിൽ ഈമാനുള്ള കുട്ടികൾ, മിടുക്കി പെൺകുട്ടികൾ പ്രതീക്ഷിച്ചിട്ടില്ല അവരിൽ നിന്ന്. ആണുങ്ങൾ മുഴുവൻ പഞ്ചപുച്ചടക്കി നിൽക്കുന്ന മക്കുണന്മാർ, മണകുണാഞ്ചന്മാരാണ് ഈ കൂട്ടത്തിൽ. കാരണം അവർ പൂർണ്ണ മനുഷ്യരല്ലോ, മുക്കാൽ മനുഷ്യരാണല്ലോ. ഏതായാലും ഈ പെൺകുട്ടികൾക്ക് ഈ യഥാർത്ഥ മതവിശ്വാസികൾക്ക് ഇവറ്റകളുടെയും പുച്ഛമാണ്. അതവരറിയുന്നില്ല. അതിൻ്റെ പേരിലാണ് ആലപ്പുഴയിലൊരു കൊണാപ്പലുണ്ട്, തനി തെണ്ടിയാണവൻ. അവൻ സംസ്കൃത ശ്ലോകങ്ങൾ ഉദ്ധരിക്കും. അവൻ ഈ ജന്മത്ത് സംസ്കൃത ശ്ലോകം ഉച്ചരിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? അതെവിടെ നിന്ന് ശബ്ദം വരുന്നത് പറഞ്ഞിട്ടുണ്ട്. അക്കുഖ വിസർജനീയാനം കണ്ടഹ ഇച്ചുയശാനാം താലു. ഇതൊന്നും അവന് ഒരിക്കലും ഈ ജന്മത്തെ ഫോളോ ചെയ്യാൻ പറ്റില്ല. അവൻ്റെ പേരാണ് ആശാരി സുന്ദരി ഉസ്താദ്. അവനക്ക് ഒരുപാട് തെമ്മാടിത്തരങ്ങൾ, ഹിന്ദുവിനെ അവഹേളിക്കുക. ഏതായാലും അവനയ്ക്കും കുറേ പോസ്റ്റൊക്കെ ഇട്ട് രസിക്കുന്നുണ്ടായിരുന്നു. ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുക. ഏതായാലും ഞാൻ വിശ്വസിക്കുന്ന, അവനെപ്പോലുള്ള ആളുകൾ വിശ്വസിക്കുന്ന മതമാണ് ശ്രേഷ്ഠം. മറ്റുള്ള മതങ്ങളൊന്നും ശരിയല്ല. ലോകത്തിൽ ഏകദൈവ വിശ്വാസം. ഞാൻ അബുദാബിയിൽ പോയ സമയത്ത് അവിടെ പ്രശസ്തനായിട്ടൊരാൾ, രാജാവ് തന്നെയാണ്, ചോദിച്ചു. സ്വാമിജി അറിയാൻ വേണ്ടി ചോദിക്കുന്നതാണ്, വാട്ട് ഈസ് എ ഡിഫറൻറ്റ് അല്ലെങ്കിൽ വാട്ട് ഈസ് എ സിമിലാരിറ്റി ബിറ്റ്വീൻ ദീസ് 2 ആസ്പെക്ട്സ്, ഈ 2 റിലീജിയനും തമ്മിൽ. ഞാൻ പറഞ്ഞു, യു ഗോട്ട് വൺ ഗോഡ്, ഹിസ് നെയിം ഈസ് അള്ളാഹ്. Allah is Akbar. Allah is great. Okay. You got one God. Am I right or not? Then yes, you are right. And what about this Sanatana Dharma? We don't have any single God system. We don't have any several God system. Whereas we have only God system.
യു ആർ ഹാവിങ് വൺ ഗോഡ്, വി ആർ ഹാവിങ് ഓൺലി ഗോഡ്. ഈശാവാസ്യമിതം സർവം. എന്നിട്ട് കുറേ ഈ അക്ഷരാഭ്യാസമില്ലാത്ത കുറേ തെണ്ടിപ്പിള്ളേരുണ്ട്. ഈ മതത്തിൻ്റെ അടിമ വംശം എന്ന് പറയും. അവരായോടി കൈമുതൽ എന്താ? തന്തയ്ക്ക് വിളി, തള്ളയ്ക്ക് വിളി. അത് വെച്ച് ഹിന്ദുക്കളെ തോൽപ്പിക്കാമെന്ന് കരുതിയിട്ടാണ് പുറത്തിറങ്ങിയത്. അതിൻ്റെ പുറയിൽ എന്ന് പറഞ്ഞ് തല്ലിക്കോ. നമ്മളുടെ ഇയാളുണ്ടല്ലോ ബിജു മേനോൻ, ഒരു തടിയൻ ഗുണ്ടയൊക്കെ ആയിട്ട് ജോസൂട്ടി എന്ന് പറഞ്ഞൊരു കഥാപാത്രമായിട്ട് വന്നു. അതിൻ്റെ എന്തായാലും മേരിക്കൂട്ടൊരു കുഞ്ഞാടോ മറ്റോ ആണ് തോന്നുന്നുണ്ട്. അപ്പോൾ ഇയാൾ ഗുണ്ടകളെ തല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരെന്താണ്, നസീർ, ദിലീപ് തല്ലിക്കോ എന്നൊരു പഴമൊക്കെ വാങ്ങിച്ചു കൊടുക്കും. ഇതുപോലെയാണ് ഇവിടെയുള്ള ഈ ലീഗ് നേതാക്കന്മാരും അതുപോലെ തന്നെ സമസ്ത നേതാക്കന്മാരും ജമാഅത്ത് ഇസ്ലാമി അടിച്ചോ തല്ലിക്കോ അവർ മിണ്ടാൻ തയ്യാറില്ല. ഇത് ചെയ്യുന്നത് ശരിയല്ല, ഈ പോക്ക് ശരിയല്ലെന്ന് പറയാൻ അവർ തയ്യാറായിരുന്നില്ല. ഞങ്ങളുടെ മതം മാത്രമാണ് ഏകദൈവ വിശ്വാസം. അജ്മീറിലെ ഏകദൈവ വിശ്വാസമാണോ? ഇവിടെ അങ്ങോട്ട് കടന്നു കഴിഞ്ഞ് നമ്മളുടെ അഹമ്മദാബാദിലേക്കും പോയി കഴിഞ്ഞാൽ, വേറെ പല സ്ഥലത്തും, ഞാൻ അഹമ്മദാബാദിൽ എനിക്ക് ഉണ്ടായതുകൊണ്ട് പറയാണ്, അവിടെ റോഡിൻ്റെ നടുവിലാണ് ശവം കൊണ്ട് വെച്ചിട്ടുള്ളത്. എന്നിട്ടൊരു പച്ചത്തുണി കൊണ്ട് മൂടും, എന്നിട്ട് അതിൻ്റെ മുമ്പിൽ വിളക്കും കൊത്തി വെച്ച് ആരാധനയാണ്. എന്നിട്ടാണ് ഏകദൈവ മതം എന്ന് പറയുന്നത്. ഏകദൈവ മതം ലോകത്തിൽ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് ഹിന്ദുമതം മാത്രമാണ്. വിഗ്രഹത്തിൽ ആരാധനയില്ല, വിഗ്രഹത്തിലൂടെയാണ് ആരാധന. ദർ ഇസ് നോ ഐഡൽ വർഷിപ്പ് റിയലി. ത്രൂ ഐഡൽ വി ആർ വർഷിപ്പിംഗ്. ദാറ്റ്സ് എൻ ഐഡിയൽ വർഷിപ്പ്. ഐഡലിൽ വർഷിപ്പില്ല എന്നർത്ഥം. പ്രതിമയിൽ വർഷിപ്പില്ല. പ്രതിമീയതേ യയാസ പ്രതിമ, അത് വഴികാട്ടികൾ മാത്രമാണ്. അതൊന്നും ഈ ശവങ്ങൾക്ക് ഈ ജന്മം കൊണ്ട് പഠിച്ചുണ്ടാക്കാൻ പറ്റില്ല. കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ വഴിയിൽ വെക്കുന്നുണ്ടായിരിക്കും മറ്റേ 10 പൈസയുടെ പുസ്തകം, 10 രൂപയുടെ പുസ്തകം. അന്ന് എസ്.കെ. പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ 10 രൂപയ്ക്ക് കിട്ടും. പക്ഷേ ഇത് രഹസ്യമായിട്ട് മഞ്ഞ കടലാസിലേക്കും പൊതിഞ്ഞാൽ തരിക. എന്നിട്ട് പിള്ളേരേക്കും പോയിട്ട് വാങ്ങിക്കും, രാത്രി കക്കൂസിലിൽ നിന്ന് വായിക്കാൻ വേണ്ടിയിട്ട്. അത്രയേ ഉള്ളൂ ഈ ഗ്രന്ഥം. പക്ഷേ വേദാന്തങ്ങൾ അതല്ല. ഈ ലോകത്തിലെ സകലമാന കാര്യങ്ങളും, ആയുർവേദമുണ്ട്, ധനുർവേദമുണ്ട്, ഗണിതവേദമുണ്ട്, എല്ലാം ഉണ്ട് ഇതിനകത്ത്. അതിനെ അവഹേളിക്കുക, ഒറ്റ വാക്കുകൊണ്ട് അവഹേളിക്കുക. ഈ പറയുന്ന ആശാരി സുന്ദരി ഉസ്താദ് ശങ്കരാചാര്യരെ വരെ അവഹേളിച്ചിട്ടുണ്ട്. ശങ്കരാചാര്യരുടെ ഗുദത്തിൻ്റെ ഒരു രോമത്തിൻ്റെ വിലയിലായി തെണ്ടിച്ചക്കന് ഈ ആശാരി സുന്ദരിക്ക്. എനിവേ, ഞാൻ വിശ്വസിക്കുന്ന മതം മാത്രമാണ് സത്യം, മറ്റുള്ള മതങ്ങളൊന്നും ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന അന്ധത കണ്ണില്ലാത്തവർ, അവരാണ് ഇത്തരം കുത്തിത്തിരിപ്പുണ്ടാക്കി ഇപ്പോഴത്തെ അവസ്ഥ അവർക്ക് തന്നെ അവരുണ്ടാക്കി വെച്ചത്. കണ്ടല്ലോ ഇന്നലെ. ഇനിയിപ്പോൾ ഓണം വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇനിയുള്ള ദിവസങ്ങൾ എന്തായിരിക്കും? പെൺകുട്ടികളൊക്കെ ഒരുങ്ങി തന്നെ പുറപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ തന്നെ കളം നിറഞ്ഞവരാടിയിട്ടുണ്ട്. ഇവരെല്ലാവരും അവരുടെ പാതാളത്തിലേക്ക് മുങ്ങിയിരിക്കുക. മിണ്ടാട്ടമില്ല. ഈ പറഞ്ഞ ഉസ്തുക്കൾക്ക് മിണ്ടാട്ടമില്ല. എന്താ മിണ്ടുക? ഏതായാലും ഇങ്ങനെയുള്ള കള്ളക്കഥകൾ പ്രചരിപ്പിച്ച് വിയർപ്പൊഴുക്കാതെ അവരുടെ തന്നെ അടിമകളുടെ വിയർപ്പിൽ കുടുംബം നോക്കി ജീവിക്കുന്ന ആളുകൾ, അതെന്തോ ആകട്ടെ, ഏതായാലും മാറി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇനി പല ജസ്റ്റിഫിക്കേഷനും കൊണ്ടുവരും. ഓണം എല്ലാവരും ആഘോഷിക്കേണ്ടതാണ്. ഞങ്ങളുടെ പെൺകുട്ടികളോട് ഞങ്ങൾ പറഞ്ഞിട്ടാണ് അവർ ഓണം ആഘോഷിച്ചത് എന്ന് വരെ ഈ പേപ്പട്ടി മതത്തിൻ്റെ ഉസ്തുക്കൾ പറയും. അവരതിനും മടിക്കില്ല. പക്ഷെ എത്ര കാലം ഇങ്ങനെ സൂത്രപ്പടി കൊണ്ടു നടക്കാൻ പറ്റുമെന്ന് അറിയില്ല. മുസ്ലിങ്ങൾ ഓണം ആഘോഷിക്കരുത്. അതെങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? മുസ്ലിങ്ങൾ ഓണം ആഘോഷിക്കരുത് എന്ന് പറഞ്ഞിട്ട് മറ്റേ ഈ ചില തുള്ളൽക്കാരൊക്കെ ഉണ്ടല്ലോ, പ്രേതം വന്ന് കയറി അവർ എന്നൊക്കെ പറയുന്ന പോലെയൊക്കെയാണ് പാട്ട് പാടുന്ന പോലെ. വയലിൻ്റെയൊക്കെയും കാലഘട്ടം അവസാനിച്ചിടോ. വയൽ വേണത് വഷളായിട്ട് മാറിയിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോഴും പലരും നിങ്ങൾ ഓണം ആഘോഷിക്കരുത്.
അത് മറ്റുള്ളവരുടെ ആചാരങ്ങളെന്ന് പറഞ്ഞവരെ നമ്മൾ ഓണം ഓ എന്നൊക്കെയും പറഞ്ഞ് നല്ല ഇവർ കേൾക്കുള്ളൂ എന്ന് ധരിച്ചിട്ടാ. ഏതായാലും ഓണം ആഘോഷിക്കരുത് എന്ന തരത്തിലുള്ള ആഹ്വാനങ്ങൾ കേരളത്തിൻ്റെ സാമൂഹ്യ പാരമ്പര്യത്തെ പിൻപറ്റുന്നതല്ല. കാരണം ഓണം ഒരു മതവിഭാഗത്തിൻ്റെ മാത്രം ആഘോഷമായിട്ട് കേരള സമൂഹം കണ്ടിട്ടില്ല. ഇനി പോട്ടെ, ക്രിസ്മസ് ആരുടെയാ? അത് ഞങ്ങളുടെയാ എന്നൊരു ക്രിസ്ത്യാനി പറയൂ, ഒരു പള്ളി ഫാദർ പറയൂ, ഒരു കർദിനാൾ പറയൂ. കാരണം അവർക്കിനി അങ്ങനെ പറഞ്ഞാലും അവരങ്ങനെ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇനി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇവിടെ ഹിന്ദുക്കൾ മുഴുവൻ നക്ഷത്രം തൂക്കും. ഏത് ഹിന്ദുവിൻ്റെ വീട്ടിൽ പോയാലും അവിടെ കാണാം ചിലർ പുൽക്കൂട് വരെ പണിതിടുന്ന ആൾക്കാരുണ്ട്. അവിടെ മതസ്ഥാപനങ്ങളുടെ മുമ്പിൽ ഹാപ്പി ക്രിസ്മസ് എന്ന് അവർ എഴുതി വയ്ക്കുന്നുണ്ട്. ബിസിനസ് കിട്ടാൻ വേണ്ടി മാത്രമൊന്നുമല്ല. പക്ഷേ ഇവന്മാർ ചെയ്യില്ല അത് ഈ പേപ്പട്ടി മതക്കാർ ചെയ്യില്ല. ആയതുകൊണ്ട് തന്നെ ക്രിസ്മസ് ഇപ്പോൾ കേരളത്തിലൊരു ദേശീയോത്സവമായിട്ട് മാറിയിരിക്കുകയാണ്. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒരേപോലെ. ക്രിസ്ത്യാനികൾ കുറച്ച് പിശുക്കന്മാരുണ്ട്, പ്രത്യേകിച്ച് കോട്ടയം കരുതാപ്പുഴ ആ ഭാഗത്തൊക്കെയുള്ള ആൾക്കാരൊക്കെ കുറച്ച് പിശുക്കന്മാരാണ്. അവരൊരു നക്ഷത്രം കെട്ടിത്തൂക്കുള്ളൂ, അതൊക്കെ മതി എന്ന് പറയും. പക്ഷേ ഹിന്ദുക്കൾ 10 നക്ഷത്രത്തിൽ കുറയില്ല അവർ കെട്ടിത്തൂക്കും. അവരാണ് ആഘോഷിക്കുന്നത്. അച്ഛന്മാർ പലപ്പോഴും പറയും ഹിന്ദുക്കളെ കണ്ട് പഠിക്കണമെന്ന് പറയും. ആയതുകൊണ്ട് ക്രിസ്മസ് ഇപ്പോൾ അത് ക്രിസ്ത്യാനികളുടെ, ഓണം ഹിന്ദുക്കളുടെ, അങ്ങനെയുള്ള ജൽപ്പനങ്ങളൊന്നും ഏറ്റെടുക്കാൻ ആരും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് സത്യം. തലമുറകളായിട്ട് വ്യത്യസ്ത മതവിശ്വാസങ്ങളുള്ള മനുഷ്യർ ഒരുമിച്ച് പങ്കിട്ട് പോരുന്ന കേരളീയ സാംസ്കാരിക അനുഭവമാണ് ഈ ഓണം. ഗവൺമെൻറ് തലത്തിലും ഓണം നടത്തുന്നുണ്ടല്ലോ. ഒരു പൂക്കളം ഇട്ടു, അല്ലെങ്കിൽ ഓണസദ്യയിൽ പങ്കുകൊണ്ടു, അതിൻ്റെ പേരിൽ ഒരാളുടെ മതവിശ്വാസം ഇല്ലാതായിട്ട് മാറുന്നില്ല. സാംസ്കാരിക പങ്കാളിത്തം വേറെ, മതപരമായിട്ടുള്ള ആരാധനയും വിശ്വാസം വേറെ. അത് പഠിക്കാത്ത ഊശാമ്പികളാണ് ഈ പേപ്പട്ടി മതത്തിൻ്റെ നേതാക്കന്മാർ. അവരാണ് ഇങ്ങനെ ജൽപ്പനങ്ങൾ മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയിട്ട് ക്രിസ്മസ് കേക്ക് കഴിക്കുന്നതോ വിഷുവിന് ആശംസകൾ നേരുന്നതോ ഒരാളുടെ മതപരമായിട്ടുള്ള വ്യക്തിത്വം അത് മാറ്റുന്നില്ല. അങ്ങനെ മാറ്റിയ പിന്നെ ആ മതത്തിൻ്റെ അർത്ഥം എന്തിരിക്കുന്നു? ഇവിടെ വലിയൊരു നടനുണ്ട്, അയാൾ ചിലപ്പോൾ തുമ്മുന്ന സമയത്ത് തലയിൽ പൊത്തിപ്പിടിച്ചാൽ തുമ്മുക. എന്തിനാ തലയിൽ പൊത്തിപ്പിടിച്ച് തുമ്മുന്നത്? അല്ലെങ്കിൽ ഒരു തൊപ്പി തെറിച്ചു പോകും. എല്ലാം വിഗ് വെച്ചുള്ള പരിപാടികളാണല്ലോ. ഇതുപോലെ തുമ്മിയാൽ തെറിക്കുന്ന മൂക്ക്, നമ്മുടെ മൈക്കൽ ജാക്സൻ്റെ മൂക്ക് സത്യമല്ല കേട്ടോ, അവിടെ ഒരു ദ്വാരം മാത്രമേ ഉള്ളൂ, മൂക്ക് വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. അപ്പം അദ്ദേഹം ഡാൻസ് ആടുന്ന സമയത്തൊക്കെ അതുപോലെ തുമ്മിക്കഴിഞ്ഞാൽ ഈ മൂക്ക് തെറിച്ചു പോകും. അതാണോ ഇസ്ലാം മതം? ഏതെങ്കിലും ഒരു ഹിന്ദുവിനെ കാണുന്ന സമയത്ത് നമസ്കാരം നമശിവായ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾക്ക് മടിയില്ലല്ലോ. അസ്സലാമു അലൈക്കും എന്ന് പറയാൻ ഹിന്ദുക്കൾക്ക് മടിയില്ലല്ലോ, അവർ പറയുന്നുണ്ടല്ലോ. കാരണം അവർക്ക് അവരുടെ മതത്തെക്കുറിച്ച് നല്ല ബോധമുണ്ട്. അവരുടെ മതം ഇത് ഇന്നലെ ഉണ്ടായ മതം നാളെ തകരാൻ പോകുന്ന മതം എന്നൊരു ധാരണ വെച്ച് പുലർത്തുന്നവരാണ് ഈ പേപ്പട്ടി മതത്തിൻ്റെ ആൾക്കാർ. ആയതുകൊണ്ട് തന്നെ അപ്പുറത്ത് പോയിട്ട് ക്രിസ്മസ് കേക്ക് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈമാൻ നഷ്ടപ്പെടും. എന്താണ് ഈമാൻ? ഞാൻ കൂമൻ എന്ന് കേട്ടിട്ടുണ്ട്, ഈമാൻ എന്ന് കേട്ടിട്ടില്ല. ഏതായാലും അതിലൊരു മലയാളം പറയണോ അതിന്? അപ്പോൾ ഈമാൻ നഷ്ടപ്പെടും. അവരെ പോയിട്ട് വിഷുവിന് ആശംസകൾ എന്നാൽ ഈമാൻ നഷ്ടപ്പെടും. ക്രിസ്മസിന് മറ്റേ നക്ഷത്രം നാട്ടി കഴിഞ്ഞ് ഈമാൻ നഷ്ടപ്പെടും. അത് കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ ചോദ്യം ചെയ്യലുണ്ടാവും. അതാണ് സുപ്രീം കോടതിക്ക് അപ്പുറമുള്ള കോടതി. അവിടെ ചോദ്യം ചെയ്തിട്ട് നീ നരകത്തിൽ വറകുകൊള്ളിയായിട്ട് പോ എന്ന് പറയും. ഏതായാലും അതൊക്കെ അവസാനിച്ച് കിട്ടി. കൊടുങ്കാറ്റല്ലേ വീശിയത്. ആയതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിന് ഉത്തരം മാത്രമേ ഉള്ളൂ. ഓണാഘോഷത്തിൽ പങ്കെടുക്കരുതെന്ന ചില മത നേതാക്കളുടെ അഭിപ്രായത്തെ മാനിക്കേണ്ടതുണ്ടോ? ചോദ്യം ഇതാണ്, ഉത്തരം ഇതാണ്. ഉത്തരം കൊടുത്തു കഴിഞ്ഞു. അവർ ഇവിടെയുള്ള സുസുന്ദരികളായിട്ടുള്ള മുത്തുമണികളായിട്ടുള്ള പെൺകുട്ടികൾ മലബാർ ഭാഗത്ത് അവർ ഉത്തരം കൊടുത്തു കഴിഞ്ഞു. മാനിക്കേണ്ടതില്ല. നാണവും മാനവുമില്ലാത്ത ഈ പേപ്പട്ടികളുടെ അഭിപ്രായത്തെ, അവരുടെ ഫത്വ അതിലൊന്നും മാനിക്കേണ്ടതില്ല. അവർ പറഞ്ഞില്ല, കാണിച്ചു കൊടുത്തു. ആ പെൺകുട്ടികൾക്കൊരു ബിഗ് സല്യൂട്ടൊന്നും കൊടുത്തിട്ട് കാര്യമില്ല.
കേരളത്തിൻ്റെ ആ പഴയകാല വൈകൃതങ്ങൾ അതിനെ പിച്ച് ചീന്തിയ അവരുടെ അപ്പിക്കുപ്പായത്തിനെയും ചാക്കുമൂടിക്കുപ്പായത്തിനെയും കബറടക്കിയ അതിനായിട്ട് കൊടുങ്കാറ്റ് സൃഷ്ടിച്ച് ആ പെൺകുട്ടികളുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കേണ്ടതുണ്ട്. ഇതാണ് നവോത്ഥാനം. നമസ്കാരം.